കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ക്ഷേത്രമാണ് തൃക്കാവ് ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെ പ്രധാന ദേവത ദുർഗാദേവിയാണ്. ക്ഷേത്രത്തിന്റെ പഴക്കത്തെക്കുറിച്ചുള്ള ആധികാരിക വിവരങ്ങൾ ഇപ്പോഴും ലഭ്യമല്ല. കേരളത്തിൽ പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പൊന്നാനി തൃക്കാവ് ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രം. പ്രധാന പ്രതിഷ്ഠ ജഗദീശ്വരിയും സാക്ഷാൽ ആദ്യ പരാശക്തിയുമായ ദുർഗാദേവിയാണ്. തൃക്കാവ് എന്ന പേര് തൃക്കണിക്കാട് എന്നതിൽ നിന്നാണ് ഉത്ഭവിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. നവരാത്രിയാണ് ഭക്തരുടെ പ്രധാന ആഘോഷം. മൈസൂർ ഭരണാധികാരികളായിരുന്ന ഹൈദർ അലി, ടിപ്പു സുൽത്താൻ എന്നിവരുടെ പടയോട്ടക്കാലത്തുണ്ടായ ആക്രമണങ്ങളിൽ 1766, 1792 കാലഘട്ടത്തിൽ ഹിന്ദു ക്ഷേത്രങ്ങൾക്കുണ്ടായ നഷ്ടത്തിന് പരിധിയില്ല. ക്ഷേത്രങ്ങൾ കത്തിക്കുക, അവയിൽ പ്രതിഷ്ഠിച്ച വിഗ്രഹങ്ങൾ നശിപ്പിക്കുക, ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുക എന്നിവയായിരുന്നു ടിപ്പു സുൽത്താന്റെയും അദ്ദേഹത്തിന്റെ അത്രയും ക്രൂരമായ സൈന്യത്തിന്റെയും ക്രൂരമായ വിനോദങ്ങൾ. തളിപ്പറമ്പ്, തൃച്ചംബര എന്നീ പ്രശസ്തമായ പുരാതന ക്ഷേത്രങ്ങളിൽ ടിപ്പു സുൽത്താൻ വരുത്തിയ നാശം ഭീകരമായിരുന്നു. ക്രൂരമായ പ്രവർത്തനങ്ങൾ മൂലമുണ്ടായ നാശം ഇതുവരെ പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടിട്ടില്ല. നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്. മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ സ്ഥിതി ചെയ്യുന്ന വളരെ ചരിത്ര പ്രാധാന്യമുള്ള പൗരാണികമായ തൃക്കാവ് ഭഗവതി ക്ഷേത്രത്തിന് മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ക്ഷേത്രം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ധാരാളം പ്രാധാന്യങ്ങളുള്ള, ഇതിഹാസപരമായിട്ടുള്ള പ്രാധാന്യങ്ങളുള്ള ക്ഷേത്രമാണ്. കോഴിക്കോട് സാമൂതിരിയുടെ അധീനതയിലുള്ള ഭരണത്തിലുള്ള ക്ഷേത്രമാണ്. വില്യം ലോഗന്റെ മലബാർ മാനുവലിൽ ടിപ്പുവിൻ്റെയും ഹൈദറിൻ്റെയും പടയോട്ടത്തിൽ കേരളത്തിൽ ആക്രമിക്കപ്പെട്ട ക്ഷേത്രങ്ങളിൽ തൃക്കാവ് ദേവി ക്ഷേത്രത്തെ പറ്റി പറയുന്നുണ്ട്. തൃക്കാവ് ദേവി ക്ഷേത്രത്തിന് ടിപ്പുവിൻ്റെ പടയോട്ടത്തിൽ സാരമായിട്ടുള്ള കേടുപാടുകൾ പറ്റിയിരുന്നെന്നും ടിപ്പു ഇതൊരു ആയുധപ്പുരയായി പരിവർത്തനം പെടുത്തിയിരുന്നു എന്നുമൊക്കെ മലബാർ മാനുവലിൽ പറയുന്നുണ്ട്. അതിനുശേഷം ഏതാണ്ട് 1860കളിൽ കോഴിക്കോട് സാമൂതിരിയുടെ നേതൃത്വത്തിലാണ് ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്യപ്പെടുന്നത്. അതിലെയും പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ, പൗരാണികത പരിശോധിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൽ പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട 108 ദുർഗാലയങ്ങളിൽ ഒന്നായി വിശ്വസിക്കപ്പെടുന്ന ക്ഷേത്രമാണ് പൊന്നാനിലെ തൃക്കാവ് ഭഗവതി ക്ഷേത്രം. ദുർഗ എന്ന ഭാവത്തിൽ തന്നെയാണ്. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി ഐക്യരൂപമായിട്ടുള്ള സാക്ഷാൽ ആദിപരാശക്തിയായിട്ടുള്ള ദുർഗയുടെ ഭാവത്തിലാണ് ഈ ക്ഷേത്രത്തിൽ ഭഗവതി കുടിയിരിക്കുന്നത്. ചതുർബാഹുവായിട്ടുള്ള ദുർഗയാണ്. 4 കൈകളിൽ ശംഖ്, ചക്രം, വരദം, അഭയം എന്നിങ്ങനെ 4 മുദ്രകൾ ധരിച്ചിട്ടുള്ള, അതിൽ തന്നെ വിദ്യാഭാവത്തിന് കൂടുതൽ പ്രാമുഖ്യമുള്ള, മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്ന് പറയുമ്പോൾ അതിൽ മഹാസരസ്വതി എന്ന ഭാവത്തിന് കൂടുതൽ പ്രാമുഖ്യമുള്ള ഭാവത്തിൽ വിദ്യാസ്വരൂപിണിയായിട്ടാണ് ദുർഗ ഇവിടെ കുടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഏറ്റവും വിശേഷപ്പെട്ട ഉത്സവം എന്ന് പറയുന്നത് നവരാത്രി കാലമാണ്. മലബാർ മേഖലയിൽ ടിപ്പു തകർത്ത പ്രധാന ക്ഷേത്രങ്ങളുടെ ഒരു ഭാഗിക പട്ടിക തന്നെ ചരിത്രത്താളുകളുടെ സഞ്ചരിച്ചാൽ കാണാൻ സാധിക്കും. വെട്ടം മേഖലയിലെ കേരളാധീശ്വരം, തൃക്കണ്ടിയൂർ, തുപ്രങ്കോടി എന്നീ പുരാതനവും പുണ്യവുമായ ക്ഷേത്രങ്ങൾക്ക് ടിപ്പു സുൽത്താൻ വരുത്തിയ നാശം ഭയാനകമായിരുന്നു. സാമൂതിരി ഈ ക്ഷേത്രങ്ങൾ ഒരു പരിധിവരെ നവീകരിച്ചു. മലപ്പുറം ജില്ലയിൽ പൊന്നാനി തൃക്കാവ് ക്ഷേത്രത്തിൽ നവരാത്രി ഉത്സവമായി ആഘോഷിക്കുന്ന ക്ഷേത്രമാണ്. ഈ വിജയദശമിയോട് കൂടിയിട്ടാണ് ഉത്സവം കഴിയുന്നത്. ഉത്സവകാലങ്ങളിൽ കാഴ്ചശീവേലി, തന്ത്രിയുടെ പ്രത്യേക പൂജകൾ, പഞ്ചവാദ്യം, തായമ്പക, കഥകളി, ഇങ്ങനെയുള്ള ശീവേലി മേളത്തോടുകൂടി, ആനയോടുകൂടി പ്രഗത്ഭന്മാരായിട്ടുള്ള വാദ്യക്കാർ, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, ഇങ്ങനെ ക്ഷേത്രകലകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഉത്സവം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഈ ക്ഷേത്രം ട്രസ്റ്റി കോഴിക്കോട് സാമൂതിരി രാജാവാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റി തന്ത്രി ചേനാസ് തിരുമേനിയാണ്, ശങ്കരനാരായണൻ നമ്പൂതിരിയാണ്. ഈ ക്ഷേത്രം എഴുത്തിനിരുത്തിന് ഏറെ പ്രത്യേകതകളുള്ള ക്ഷേത്രമാണ്. പ്രധാന പ്രതിഷ്ഠ ദുർഗയാണ്. ദുർഗയ്ക്ക് ഉപദേവനായി നാലമ്പലത്തിൽ ഗണപതിയുണ്ട്. അതേപോലെ തന്നെ
കൃഷ്ണൻ്റെ അമ്പലമുണ്ട്. കൃഷ്ണൻ ഉപദേവനായി ഹനുമാനും ഗണപതിയും വേറെയുണ്ട്. അയ്യപ്പനുണ്ട്, രക്ഷസുണ്ട്, സരസ്വതി ഉണ്ട്. സരസ്വതി മണ്ഡപത്തിലാണ് എഴുത്തിനിരുത്തൽ. പുറത്ത് ആൽഗണപതി, ആൽമരച്ചുവട്ടിലുള്ള ഗണപതി ക്ഷേത്രത്തിൻ്റെ ഒരു 2 ഏക്കറയോളം ചുറ്റളവിലുള്ള വലിയ ചിറയുണ്ട്. ആ ചിറയുടെ വക്കത്ത് ആലിൻ്റെ ചുവട്ടിലായിട്ട് ഗണപതി ക്ഷേത്രമുണ്ട്, രക്ഷസുണ്ട്. അങ്ങനെ ഏറെ പ്രസിദ്ധമാണ് പൊന്നാനി തൃക്കാവ് ഭഗവതി ക്ഷേത്രം. ഇവിടെ ആദ്യാക്ഷരം കുറിക്കുവാൻ വേണ്ടി കുരുന്നുകുട്ടികളെ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ഇവിടേക്ക് എത്തും. മലപ്പുറം ജില്ലയിൽ തുഞ്ചംപറമ്പ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ എഴുത്തിരുത്തുന്നത് പൊന്നാനി തൃക്കാവ് ക്ഷേത്രത്തിലാണ്. ഈ വളരെ ഇവിടുത്തെ പൂജാരിമാരായിട്ടുള്ള മേൽശാന്തിമാരാണ് കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിച്ചു കൊടുക്കുന്നത്. സരസ്വതി മണ്ഡപത്തിലാണ് കുട്ടികൾക്ക് എഴുത്തിനിരുത്തുന്നത്. ഒട്ടനവധി പ്രഗത്ഭന്മാരായിട്ടുള്ള മഹാപണ്ഡിതരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഒരു പ്രത്യേക പ്രദേശവും കൂടിയാണ് ഇത്. ക്ഷേത്രം ഏറെ പ്രസിദ്ധവുമാണ്. ഉത്സവ ടൈമിൽ സാധാരണ ദിവസങ്ങളിലും ഇവിടെ എഴുത്തിനിരുത്താൻ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എഴുത്തിനിരുത്താനുള്ള സാധാരണ ദിവസങ്ങളിലും ഇവിടെ സൗകര്യങ്ങളുണ്ട്. ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ എന്ന് പറയുന്നത് ചതുശ്വതമാണ്. ചതുശ്വതം അത് 1 കഴിക്കുക, അരയായിട്ട് കഴിക്കുക, കാലായിട്ട് കഴിക്കുക. ചുറ്റുവിളക്ക് ഏറെ പ്രധാനമാണ്. ഹനുമാന് വടമാല ഇവിടെ ഏറെ പ്രധാനമാണ്. സരസ്വതി പൂജ തന്നെ ഉള്ള ക്ഷേത്രമാണ്. റെസീറ്റാക്കി വഴിപാടാക്കി റെസീറ്റാക്കാവുന്ന സരസ്വതി വഴിപാട് തന്നെ ഇവിടെയുണ്ട്. ഇത് പൊന്നാനിയിലാണ് ഈ ക്ഷേത്രം. ചന്തപ്പടിക്ക് അടുത്താണ് തൃക്കാവ് ക്ഷേത്രം. വലിയ പ്രതാപമുള്ള ഒരു ക്ഷേത്രമാണ്, വളരെ ഐശ്വര്യമുള്ള ഒരു ക്ഷേത്രമാണ്. ഇവിടെ വന്ന് ദർശനം നടത്താൻ വേണ്ടി ഇപ്പോൾ ഈ നവരാത്രി കാലങ്ങളിലൊക്കെ ഇന്നിപ്പോൾ രാവിലെ 5 മണിക്ക് തുടങ്ങിയിട്ടുള്ള ഭക്തജനങ്ങളുടെ ക്യൂ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ഉച്ചപൂജയ്ക്ക് ഏകദേശം ഒരു 12 മണിക്ക് കയറി ഒരു 12:45 കൂടിയിട്ടാണ് ഉച്ചപൂജ. 1 മണി വരെ ഉണ്ടാവും. അപ്പോൾ വലിയ രീതിയിലുള്ള, അതുപോലെ പുറത്തേക്ക് എഴുന്നള്ളിപ്പോൾ വലിയ രീതിയിലുള്ള ഭക്തജനങ്ങളുടെ വലിയ ഒരു ഒഴുക്കാണ് ഈ നവരാത്രി കാലങ്ങളിൽ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നത്. സരസ്വതിയുമായി ബന്ധപ്പെട്ട്, ദുർഗയുമായി ബന്ധപ്പെട്ട്, ഹനുമാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വെറ്റിലമാല, ഇങ്ങനെയുള്ള എല്ലാ വഴിപാടുകളും, അടനിവേദ്യം, രക്ഷത്തിന് എല്ലാം ഉള്ള വഴിപാടുകളുമുള്ള പ്രദേശമാണ്. ഇവിടേക്ക് ഓരോ ഭക്തനും കഴിയുമെങ്കിൽ ഇവിടെ എന്ന് പ്രാർത്ഥിക്കുന്നത് അവരുടെ ജീവിതത്തിലും അവരുടെ കുടുംബത്തിനും ഏറെ ശ്രേയസ്കരമാകും എന്നതിനാൽ കഴിയാവുന്ന ഭക്തരെല്ലാം ഈ ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തി ഭഗവതിയുടെ അനുഗ്രഹം വാങ്ങണം. അന്നദാനം ഇപ്പോൾ രാവിലത്തെ ഭക്ഷണം ഉണ്ടാവും. രാവിലത്തെ ഭക്ഷണം എല്ലാവർക്കും കൊടുക്കും. ഈ ഉത്സവകാലത്ത് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു 5000-ഓളം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കും. ഈ ദിവസം ഉച്ചയ്ക്ക് ഒരു 5000-ഓളം ആളുകൾക്ക് കൊടുക്കും. രാത്രി ഈ വാദ്യക്കാരും ക്ഷേത്ര ജീവനക്കാരും കമ്മിറ്റിക്കാരും ഒക്കെ ആയിട്ട് ആളുകളുണ്ടാവും. രാവിലെ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാവും. ഇത് കോഴിക്കോട് സാമൂതിരി രാജാവാണ് ഇതിൻ്റെ ട്രസ്റ്റി. ഈ മലബാർ ദേവസ്വം ബോർഡിൻ്റെ കൺട്രോളിങ്ങിലാണ്. പക്ഷേ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ എല്ലാം കോഴിക്കോട് സാമൂതിരി രാജാവിന് 42ഓളം ക്ഷേത്രങ്ങളുണ്ട്. ഇപ്പോഴത്തെ സാമൂതിരി രാജാവ് KC ഉണ്ണിയനുജൻ രാജ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. കോഴിക്കോട് അദ്ദേഹത്തിന് ഭരിക്കാൻ ഒരു സെൻട്രൽ ദേവസ്വം ഓഫീസുണ്ട്. 42ഓളം ക്ഷേത്രങ്ങളുണ്ട്. അതിൽ കുറേ ക്ഷേത്രങ്ങൾ അധികം മലപ്പുറം ജില്ലയിലാണ്. തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രം, തുപ്രങ്കോട് ശിവക്ഷേത്രം, ആലത്തിയൂർ ഹനുമാൻ ക്ഷേത്രം, തൃക്കണ്ടിയൂർ ക്ഷേത്രം, അതുപോലെ തന്നെ വള്ളിക്കുന്നുള്ള നിറങ്കൈതക്കോട്ട ക്ഷേത്രം, അങ്ങനെ സാമൂതിരിപ്പാടിൻ്റെ ഒട്ടനവധി ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ പന്നിയൂർ വരാഹമൂർത്തി, അത് പാലക്കാട് ജില്ലയിലാണ്. പന്നിയൂർ വരാഹമൂർത്തി പാലക്കാട് തന്നെ. മറ്റൊന്ന് കൊടിക്കുന്ന് ഭഗവതി ക്ഷേത്രം, കോഴിക്കോട്ടേക്ക് അങ്ങോട്ട് കഴിഞ്ഞാൽ തളി ക്ഷേത്രം, വളയനാട് ക്ഷേത്രം, വരയ്ക്കൽ ക്ഷേത്രം, പുത്തൂര് ക്ഷേത്രം, അങ്ങനെ ധാരാളം ക്ഷേത്രങ്ങൾ സാമൂതിരി രാജാവിൻ്റെ ഭരണത്തിന് കീഴിലുണ്ട്. അതിലെല്ലാം വിവിധ തന്ത്രികൾ, തിരുനാവായ, തുപ്രങ്കോട്, ആലത്തിയൂരെല്ലാം കൽപ്പുഴ തന്ത്രിമാരാണ്. ഇവിടെ ചേനാസാണ്. ഇവിടും തളിയിലും വളയനാടും എല്ലാം ചേനാസ്. ഇപ്പോൾ പൊന്നാനി എന്നുള്ള ചേനാസ് ശങ്കരനാരായണൻ നമ്പൂതിരിയാണ്. അങ്ങനെ വിവിധ തന്ത്രിമാരൊക്കെ ആയിട്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് ക്ഷേത്രങ്ങളിലെ സാമൂതിരിപ്പാടിനുള്ളത്. മലബാർ ദേവസ്വം ബോർഡിൻ്റെ പൂർണ്ണമായിട്ടുള്ള കൺട്രോളിങ്ങിലാണ് ഈ ക്ഷേത്രം നിൽക്കുന്നത്. നവരാത്രിക്ക് എല്ലാ ദിവസവും ഒരു ആനയാണ്. മുമ്പ് കാലങ്ങളിലൊക്കെ 5 ആനയൊക്കെ ഉണ്ടായിരുന്നു അത്രേ. ഇപ്പം നമുക്ക് ഒരു ആന തന്നെയുണ്ട്. 11 ദിവസം ഒരാണുണ്ട്. ഈ പ്രാവശ്യം മണിശ്ശേരി രാജേന്ദ്രൻ എന്ന് പറയുന്ന ആനയാണ് ഉള്ളത്.
അതുപോലെ തായമ്പക ഇത്തവണ എല്ലാ ദിവസവും ഉണ്ട്. ഇത്തവണ 7-ാം വിളക്കിൻ്റെ അന്ന് കഴിഞ്ഞ 9-ാം തീയതി പഞ്ചതായമ്പകം ഉണ്ടായിരുന്നു. അതിൽ പിന്നെ പോരൂർ ഉണ്ണികൃഷ്ണമാരാർ, ചെറുതാഴം ചന്ദ്രമാരാർ, അതുപോലെ തന്നെ കൽപ്പാത്തി ബാലകൃഷ്ണൻ, ഉദയൻ നമ്പൂതിരി, ചെറക്കൽ നിതീഷ്, ഇവർ 5 പേരും കൂടി ചേർന്നിട്ടുള്ള പഞ്ചതായമ്പകം ഉണ്ടായിരുന്നു. പഞ്ചവാദ്യത്തിന് കരിയന്നൂർ നാരായണൻ നമ്പൂതിരിയാണ് നേതൃത്വം കൊടുത്തിരുന്നത്. കുഴൽ വാദ്യത്തിന് പനമണ്ണ മനോഹരനാണ് നേതൃത്വം കൊടുത്തിരുന്നത്. അങ്ങനെ ഈ ഉത്സവകാലങ്ങളിൽ അതിപ്രശസ്തരായ ആളുകളുടെ കലാപ്രകടനങ്ങൾ ആസ്വദിക്കാൻ ഇന്നലെ കർണശബ്ദം കഥകളി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുട്ടികളുടെ നൃത്തനൃത്യങ്ങൾ, സംഗീത കച്ചേരികൾ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അഷ്ടപതി, പിന്നെ ഇതിൻ്റെ രീതിയിലുള്ള എല്ലാ ചാക്യാർകൂത്ത്, ഓട്ടംതുള്ളൽ തുടങ്ങിയിട്ടുള്ള ധാരാളം ക്ഷേത്രകലകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിലിവിടെ. ഈ പ്രദേശത്ത് തന്നെ ഒട്ടനവധി ഇപ്പോൾ മെട്രോ ശ്രീധരൻ സാറിനെ പോലെയുള്ള ആളുകൾ, ആർട്ടിസ്റ്റ് നമ്പൂതിരിയെ പോലെ മരണപ്പെട്ടുള്ള ബഹുമാന്യൻ ആർട്ടിസ്റ്റ് നമ്പൂതിരിയെ പോലെ അങ്ങനെയുള്ള എഴുത്തുകാരും സാഹിത്യകാരന്മാരും പണ്ഡിതന്മാരുമെല്ലാം നിവസിക്കുന്ന ഒരു പ്രത്യേക പ്രദേശം കൂടിയാണ്. അവരെല്ലാം ഈ നവരാത്രി കാലത്ത് അമ്മയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഇവിടെ വന്ന് ദർശനം നടത്തി പോവുക പതിവാണ്. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ബ്രഹ്മരക്ഷസ് എന്നിവർക്കുള്ള ഉപദേവതാ ക്ഷേത്രങ്ങളും ഇവിടെ ഉണ്ട്. നാഗരാജാവ്, നാഗയക്ഷി, നാഗപ്രതിഷ്ഠകൾ എന്നിവയ്ക്കൊപ്പം കുളത്തിനോട് ചേർന്നുള്ള മൂലഗണപതി ക്ഷേത്രവും ഉണ്ട്. പ്രധാന ഉത്സവമായ നവരാത്രി മഹോത്സവ ദിനങ്ങളിൽ ഭക്തർ വ്രതമനുഷ്ഠിച്ചാണ് ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാറ്. വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മഹാസരസ്വതി പൂജയ്ക്ക് ഈ ദിവസങ്ങളിൽ പ്രാധാന്യമേറെയാണ്. ഇത് വിദ്യ ആരംഭം എന്നറിയപ്പെടുന്നു. അജ്ഞാനമാകുന്ന ഇരുളിനെ അകറ്റി അറിവിന്റെ പ്രകാശനം പ്രദാനം ചെയ്യുന്നു എന്നതാണ് നവരാത്രി ആഘോഷത്തിന്റെ സന്ദേശം. പൊതുവെ ദുർഗാദേവിയെ വിവിധ ഭാവങ്ങളിൽ ആരാധിക്കുന്ന നാളുകളാണ് നവരാത്രി. ധാരാളം ഭക്തരെ ആകർഷിക്കുന്ന നവരാത്രി ഉത്സവത്തിലെ വിജയദശമി ദിനത്തിലാണ് വിദ്യാരംഭം, ഔപചാരിക വിദ്യാഭ്യാസത്തിന്റെ തുടക്കം. കുട്ടികളെ അക്ഷരങ്ങളുടെ ലോകത്തേക്കും അറിവിന്റെ ലോകത്തേക്കും പരിചയപ്പെടുത്തുന്നു. ആയിരക്കണക്കിന് കുട്ടികൾ ഈ ക്ഷേത്രത്തിൽ വന്ന് വിദ്യാരംഭം കുറിക്കുന്നു. ഹിന്ദു വിശ്വാസപ്രകാരം വിദ്യയുടെ ഭഗവതിയാണ് സരസ്വതി. നൃത്തം, സംഗീതം മുതലായ കലകൾ, കരകൗശലങ്ങൾ, അക്ഷരങ്ങൾ, സാഹിത്യം, ബുദ്ധി എന്നിവ സരസ്വതിയുടെ പ്രത്യക്ഷ രൂപങ്ങളാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. സപ്തസ്വരങ്ങൾ പുറപ്പെടുവിക്കുന്ന സരസ്വതി വീണ മനുഷ്യന്റെ പ്രതീകമാണ്. സംഗീതം പരമാനന്ദവും എന്ന് ഉപാസകർ കരുതുന്നു. കലാകാവ്യകളിലും വാക്കിലുമൊക്കെ ദൈവികത ദർശിച്ചിരുന്ന ഒരു കാലഘട്ടത്തിന്റെ ദേവതാ സങ്കല്പം കൂടിയാണത്. തെറ്റായ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ നാവിൽ സരസ്വതിക്ക് പകരം വികട സരസ്വതി കളിയാടുന്നു എന്ന് വിശ്വസിക്കപ്പെട്ടിരുന്നു. താന്ത്രിക ബുദ്ധമതത്തിൽ വജ്ര സരസ്വതി എന്ന പേരിൽ ഭഗവതി അറിയപ്പെടുന്നു. ദേവി മഹാത്മ്യപ്രകാരം ആദിപരാശക്തി അഥവാ ഭുവനേശ്വരിയുടെ 3 പ്രധാന ഭാവങ്ങളിൽ ഒന്നാണ് മഹാസരസ്വതി, മഹാകാളി, മഹാലക്ഷ്മി എന്നിവരാണ് മറ്റു 2 പേർ. ഇത് വിശ്വാസികളുടെ ഒരു പ്രധാന ഭഗവതിയാണ്. നീല സരസ്വതി തുടങ്ങി പിന്നെയും ഉഗ്രഭാവങ്ങളുണ്ട്. ശുംഭ നിശംഭന്മാരെ വധിക്കാൻ പാർവതിയുടെ ശരീരത്തിൽ നിന്ന് കറുത്ത നിറത്തോടു കൂടിയ മഹാസരസ്വതി പ്രത്യക്ഷപ്പെട്ടു എന്ന് ദേവീ പുരാണങ്ങളിൽ പറയുന്നു. പല ഭാവങ്ങളിലിരിക്കുന്ന ഭഗവതി സങ്കല്പങ്ങളുണ്ട്. ഇവയിൽ ശാന്തഭാവങ്ങളോട് കൂടിയ സ്വാത്വിക ഗുണമുള്ളവളാണ് പൊതുവെ സരസ്വതി. ഇത് പരമാത്മാവിന്റെ ജ്ഞാനശക്തി ആണെന്നാണ് വിശ്വാസം. സൃഷ്ടി നടത്താൻ വിദ്യാഗുണം ആവശ്യമാണ് എന്നതിനാൽ സൃഷ്ടാവായ ബ്രഹ്മാവിന്റെ പത്നിയായും സരസ്വതി ദേവിയെ സങ്കല്പിച്ചിരിക്കുന്നു. ബാലിക, യുവതി, സ്ത്രീ, മാതൃത്വം, മഹാശക്തി, യുദ്ധം, വിജയം, പ്രകൃതി, ഊർവരത, ഐശ്വര്യം, സാമ്പത്തികം, വിദ്യ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് പല ഭാഗങ്ങളിൽ ഭഗവതിയായ ആദിപരാശക്തിയെ ആരാധിക്കുന്ന ദിവസങ്ങൾ എന്ന നിലയിൽ നവരാത്രി വിശേഷിക്കപ്പെട്ടിട്ടുണ്ട്.
നവരാത്രി കാലത്തിൽ പക്ഷേ കേരളത്തിൽ തന്നെ ഏറ്റവും ഏറെ പുസ്തകങ്ങൾ പൂജയ്ക്ക് വെക്കപ്പെടുന്ന ക്ഷേത്രം ഇതാണ്. ഈ പ്രദേശത്തെ പൊന്നാനി പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും വിദ്യാരംഭം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നവരാത്രി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ദുർഗാപൂജ എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലേക്ക് വരുന്ന സങ്കേതമാണ് തൃക്കാവ് ദുർഗാ ഭഗവതി ക്ഷേത്രം. അവസാന 3 ദിവസങ്ങളിലാണ്, നമുക്കറിയാം നവരാത്രിയുടെ ഒരു സങ്കല്പത്തിൽ 9 ദിവസങ്ങളിൽ ആദ്യത്തെ 3 ദിവസങ്ങൾ മഹാകാളിക്കായിട്ടും പിന്നെയുള്ള 3 ദിവസങ്ങൾ മഹാലക്ഷ്മിക്കായിട്ടും അവസാനമുള്ള 3 ദിവസങ്ങൾ മഹാസരസ്വതിക്കായിട്ടുമാണ് നമ്മൾ സമർപ്പിക്കാറുള്ളത്. ആ അവസാന 3 ദിവസങ്ങളിൽ ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി എന്നുള്ള ദിവസങ്ങളിലെല്ലാമായിട്ടാണ് തൃക്കാവ് ക്ഷേത്രത്തിൽ ഏറ്റവും വർണ്ണാഭമായിട്ടുള്ള ഉത്സവം കൊടിയേറുന്നത്. ആ സമയത്ത് എല്ലാവരും ഇവിടെ പുസ്തകം പൂജയ്ക്ക് വെക്കാറുണ്ട്. ആ സമയത്ത് ഇവിടെ മേളയും വാണിഭങ്ങളും കാര്യങ്ങളും എല്ലാം നടക്കാറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് വലിയ അളവിലുള്ള ജനത്തിരക്ക് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം തന്നെ ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള, ഏറ്റവും പ്രമുഖമായിട്ടുള്ള 108 ദുർഗാലയങ്ങളുടെ ഭാഗമായിട്ടുള്ള, അതിൽ തന്നെ സരസ്വതി എന്ന വിദ്യാഭാവത്തിന് പ്രാമുഖ്യമുള്ള ഒരു ക്ഷേത്രം എന്നുള്ള രീതിയിൽ വലിയ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് തൃക്കാവ് ദുർഗാ ഭഗവതി ക്ഷേത്രം. ഇന്നത്തെ ദിവസം ഇവിടെ എത്താൻ സാധിച്ചത് വലിയ ഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത്. താന്ത്രിക വിധി പ്രകാരം പ്രപഞ്ചത്തിൽ സൂക്ഷ്മമായി അന്തർലീനമായ ഭഗവതിയുടെ ശക്തിവിശേഷങ്ങളെ ബാഹ്യപ്രതലങ്ങൾ വരെ ആരാധിച്ചു ആവിഷ്കരിക്കുന്ന ഒരു ആഘോഷമാണ് ഇത്. ദേവി ഭാഗവതം, ദേവി മഹാത്മ്യം, കാളിക പുരാണം, ഭദ്രകാളി മഹാത്മ്യം തുടങ്ങിയവയിൽ കാണപ്പെടുന്ന മഹിഷാസുരൻ, ദുർഗമൻ, ചണ്ഡമുണ്ടന്മാർ, വിത്തബീജൻ, സുംബ നിസുംബന്മാർ തുടങ്ങിയവരുടെ നിഗ്രഹ കഥയുമായി ഈ ആഘോഷം ബന്ധപ്പെട്ട് കിടക്കുന്നു. മണ്ഡലകാലം മുഴുവൻ ഈ ക്ഷേത്രത്തിൽ അയ്യപ്പ ഭക്തർ വിശിക മണ്ഡല മഹോത്സവവും അഖണ്ഡനാമ യജ്ഞവും ആഘോഷിച്ചു പോരുന്നു. ട്രെയിൻ മാർഗം പൊന്നാനി ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലേക്ക് വരുന്ന തീർത്ഥാടകർക്ക് എത്തിച്ചേരാനുള്ള 2 എളുപ്പമാർഗമാണ് ഉള്ളത്. ഒന്ന്, കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ അവിടെ നിന്നും ബസ് മാർഗം വരുമ്പോൾ 24 മിനിറ്റും ടാക്സി മാർഗം വരുമ്പോൾ 15 മിനിറ്റുമാണ് സമയദൈർഘ്യം. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 20.2 കിലോമീറ്റർ ആണ് ദൂരം.